എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോ ഇന്ന് നമ്മൾ പാലക്കാടിലെ സ്വന്തം വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ സമാപനം നിമഞ്ജന ഘോഷയാത്രയ്ക്ക് പോവാണ്. അപ്പൊ എന്തായാലും ചന്തം പോലെ നിമഞ്ജന ഘോഷയാത്രയുടെ കാഴ്ചകൾ കണ്ടോളി. വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ പരിസമാപ്തി ഗോവിന്ദൻകുട്ടിക്ക് 4 ബിസ്ക്കറ്റ് കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങി. പക്ഷേ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് കുഷ്പുവക്ക അതെ വിനായക ചതുർത്ഥി ഘോഷയാത്ര അതിഗംഭീരമായി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ടുകാർ ചന്തം പോലെ പടക്കം പൊട്ടിച്ച് തന്നെ അത് ആഘോഷിക്കുകയും ചെയ്തു. കുമ്പക്കളിയും വാദ്യമേളങ്ങളുമായിട്ട് പാലക്കാട് നഗരത്തെ വിവിധ തരത്തിലും വർണ്ണത്തിലും ഉയരത്തിലും വണ്ണത്തിലും ഒക്കെയുള്ള വിനായകന്മാർ വലം വെച്ചുകൊണ്ട് കൽപ്പാത്തിപ്പുഴയിൽ ചന്തം പോലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചതാണ് ഇന്ന്. പാട്ടും മേളവും കൊട്ടും ആഹ്ലാദവും ലഡ്ഡു വിതരണവും. അതെ, എനിക്കൊക്കെ ലഡ്ഡു വിഷ്ണുവാണ് കൊണ്ടുവന്ന് തന്നത്. തകിലടി മേളത്തിൻ്റെ താളത്തിൽ തന്നെ പല ദേശങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹത്തോടെ പാലക്കാട് നഗരത്തിൽ ഒട്ടനവധി അതെ നമ്മളുടെ സ്വന്തം ചങ്ക് ബ്രോസും സഹോദരിമാരും മഴയത്ത് കുതിർന്ന് ആടി തിമർത്ത് വിനായക ചതുർത്ഥി ആഘോഷത്തെ അതിഗംഭീരമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ആ ആഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ നാട്ടുകാർ ആഘോഷിച്ചു ടോളിങ്. മഴ നമ്മളെ പേടിപ്പിക്കാൻ നോക്കി, പക്ഷേ നാട് പാലക്കാടായതുകൊണ്ട് മഴ നാണിച്ചു പോയിട്ടോളിങ്. ശരിയെന്നാ.